അടുത്ത മൾട്ടി ബാഗ് സ്റ്റോക്ക് ഏതായിരിക്കും? എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, അല്ലേ? അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള, എന്നാൽ അതേസമയം കുറേ സംശയങ്ങളും ഉയർത്തുന്ന ഒരു കമ്പനിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. PCBL കെമിക്കൽ. ചിലപ്പോൾ നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഉള്ളിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: PCBL ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പുതിയ ഉയരങ്ങളിലേക്ക് പറക്കാൻ പോവുകയാണോ, അതോ നമ്മളെ ആകർഷിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കെണിയാണോ? ഈ കമ്പനി ഒരു വലിയ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് കടന്നുപോകുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഓരോ സ്റ്റെപ്പും ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. PCBL എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കമ്പനിയല്ല കേട്ടോ. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അവരുടെ ഫീൽഡിലെ ഒരു ലീഡറാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അവരാ പഴയ ട്രാക്ക് വിട്ട് പുതിയൊരു വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ PCBLന്റെ മെയിൻ ബിസിനസ് എന്താണെന്ന് നോക്കാം. ഇവർ ഇന്ത്യയിലെ നമ്പർ 1 കാർബൺ ബ്ലാക്ക് മാനുഫാക്ചറാണ്. ഈ കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ വണ്ടികളിലെ ടയറില്ലേ, അതിനാ കറുപ്പ് നിറവും ഉറപ്പുമൊക്കെ കൊടുക്കുന്നൊരു സാധനം. അതാണ് ഇവരുടെ വർഷങ്ങളായുള്ള കോർ ബിസിനസ്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഒരു സൈഡിൽ അവരുടെ ട്രഡീഷണൽ ബിസിനസ് ടയർ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാർബൺ ബ്ലാക്ക്. പക്ഷേ മറു സൈഡിലോ അതാണ് ഫ്യൂച്ചർ, നല്ല ഹൈ മാർജിനുള്ള സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായ EV ബാറ്ററികൾക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ്. ഈ ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള അവരുടെ ഏറ്റവും വലിയൊരു മൂവായിരുന്നു അക്വാഫാം കെമിക്കൽസിനെ ഏറ്റെടുത്തത്. അപ്പോൾ ഒരു കമ്പനി മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ എന്നറിയാൻ നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? നേരെ അവരുടെ ഫിനാൻഷ്യൽസിലേക്ക്, അല്ലേ? പക്ഷേ PCBLന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ കണക്കുകൾ നമ്മളോട് 2 കഥകളാണ് പറയുന്നത്. ഒന്ന് കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നും, പക്ഷെ മറ്റേത് കേൾക്കുമ്പോൾ ചെറിയൊരു ടെൻഷനും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ നല്ല വാർത്ത കേൾക്കാം. അവരുടെ ലേറ്റസ്റ്റ് ആനുവൽ റിപ്പോർട്ട് നോക്കിയാൽ ടോട്ടൽ റവന്യൂ എത്രയാണെന്നറിയോ? 8404 കോടി രൂപ. ഇതൊരു ചെറിയ സംഖ്യയല്ല. കമ്പനി എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഇനി അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റവന്യൂ 31% കൂടിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല, സെയിൽസിന്റെ കാര്യത്തിൽ കമ്പനി പൊളിയാണ്. പക്ഷേ ഇവിടെയാണ് ആ സസ്പെൻസ് വരുന്നത്. ഈ നമ്പേഴ്സിലേക്കൊന്ന് നോക്കിക്കേ. ലോങ് ടേമിൽ, അതായത് 10 വർഷത്തെ ഗ്രോത്ത് നോക്കിയാൽ പ്രോഫിറ്റ് 45% കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 12 മാസത്തെ കണക്ക് നോക്കുമ്പോഴോ പ്രോഫിറ്റ് 42% കുറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കിക്കേ, റവന്യൂ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് താഴോട്ട് വരുന്നു. എന്തായിരിക്കും കാരണം? സിമ്പിളാണ്. പുതിയ അക്വിസിഷൻ, എക്സ്പാൻഷൻ, ഇതിനൊക്കെയായിട്ട് കമ്പനി ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. ഗ്രോത്തിനു വേണ്ടിയുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാം. സ്വാഭാവികമായും പ്രോഫിറ്റ് കുറയുന്നത് കാണുമ്പോൾ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു പേടി തോന്നും, അല്ലേ? പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? മാർക്കറ്റിലെ ബിഗ് ബോയ്സ് എന്നു പറയുന്ന ചിലർ ഈ സമയത്ത് ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുകയാണ്. ആരാണിവർ? എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. പ്രൊമോട്ടേഴ്സ്, അതായത് കമ്പനിയുടെ ഓണേഴ്സ്, അവരുടെ കയ്യിൽ 53% കൂടുതൽ ഷെയറുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. കാരണം അവർക്ക് കമ്പനിയിൽ വിശ്വാസമുണ്ട് എന്നാണതിൻ്റെ അർത്ഥം. അതുകൂടാതെ DIIകൾക്കും FIIകൾക്കും നല്ലൊരു ഹോൾഡിംഗ് ഉണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ചാർട്ട് നോക്കൂ. കഴിഞ്ഞ ക്വാർട്ടറിൽ എന്താ സംഭവിച്ചെന്ന് കണ്ടോ? പ്രൊമോട്ടർമാർ അവരുടെ ഷെയർ കൂട്ടി. അതുപോലെ DIIകൾ, അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് കമ്പനികളുമൊക്കെ, അവരും കൂടുതൽ വാങ്ങി. പക്ഷെ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്തത്? നമ്മൾ പേടിച്ചു വിറ്റു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതായത് സ്മാർട്ട് മണി എന്ന് പറയുന്നവർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുന്നത് വാങ്ങിക്കൂട്ടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്തുകൊണ്ടാണ് അവർ വാങ്ങുന്നത്? അവർക്കറിയാവുന്ന നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ PCBLലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന കാര്യം അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളാണ്. കാർബൺ ബ്ലാക്ക് മാത്രമല്ല, അതിനപ്പുറം എന്താണ് കമ്പനി പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ സ്ട്രാറ്റജി 3 പോയിന്റായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം അക്വാഫാം അക്വിസിഷൻ. അതോടുകൂടി അവർ സ്പെഷ്യാലിറ്റി കെമിക്കൽ മാർക്കറ്റിൽ ഒരു പ്രധാനിയായി. രണ്ടാമത്തേത് EV ബാറ്ററികൾക്ക് വേണ്ടിയുള്ള അസറ്റ്ലീൻ ബ്ലാക്ക് ഉണ്ടാക്കാൻ തുടങ്ങി, അതായത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. മൂന്നാമതായിട്ട് അവർ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഒരു മാർക്കറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ റിസ്ക് കുറയ്ക്കുന്നു. അവരുടെ ആനുവൽ റിപ്പോർട്ടിലെ ഈയൊരു ടാഗ്ലൈൻ നോക്കൂ: ഡ്രൈവിംഗ് നെക്സ്റ്റ് ജെൻ കെമിസ്ട്രി. ഇത് തന്നെ അവരുടെ വിഷൻ എന്താണെന്ന് ക്ലിയർ ആക്കുന്നുണ്ട്. അവർ വെറുമൊരു പഴയ കാർബൺ ബ്ലാക്ക് കമ്പനിയായി ഒതുങ്ങാനല്ല നോക്കുന്നത്, മറിച്ച് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഹൈടെക് കെമിക്കൽ കമ്പനിയായി മാറാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ,
ഇത്രയും കേട്ടപ്പോൾ എല്ലാം അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ഇവിടെയും ഒരു മറുവശമുണ്ട്. ഈ വലിയ വളർച്ചയ്ക്ക് കമ്പനി കൊടുക്കുന്ന വില എന്താണ്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റിസ്കുകളുള്ളത്. അതെ, ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സ്പാൻഷനും അക്വിസിഷനും ഒക്കെയുള്ള പണം എവിടെ നിന്നാണ് വന്നത്? അതിന്റെ ഭൂരിഭാഗവും വന്നത് കടത്തിൽ നിന്നാണ്. ഇതൊന്നു നോക്കിക്കേ. മാർച്ച് 2025 കണക്ക് പ്രകാരം കമ്പനിയുടെ ടോട്ടൽ കടം 5571 കോടി രൂപയാണ്. ഇതൊരു ഭീമമായ സംഖ്യയാണ്. എങ്ങനെയാണ് കടം ഇത്രയധികം കൂടിയത്? ഈ ടൈം ലൈൻ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. വെറും 2 കൊല്ലം മുമ്പ് 2023 മാർച്ചിൽ കടം ഏകദേശം 1000 കോടിയായിരുന്നു. ഇപ്പോഴോ അത് 5500 കോടി കടന്നു, 5 ഇരട്ടിയിൽ കൂടുതൽ. ഈ അക്വാഫാം ഡീലും മറ്റ് എക്സ്പാൻഷനുമൊക്കെയാണ് ഈ കടം ഇത്രയധികം കൂട്ടിയത്. അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. ഒന്നാമത്തത് ഈ ഉയർന്ന കടം. രണ്ടാമത്തത് സ്റ്റോക്കിൻ്റെ P/B റേഷ്യോ, അതായത് വാല്യുവേഷൻ കുറച്ച് കൂടുതലാണ്, 40ൽ കൂടുതലാണ്. പിന്നെ നമ്മൾ കണ്ടതുപോലെ പ്രോഫിറ്റബിലിറ്റി ഇപ്പോൾ കുറവാണ്. അതുപോലെ അവരുടെ കോർ ബിസിനസ് ഇപ്പോഴും ഓട്ടോ സെക്ടറിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പഴയ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. PCBLൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ വെയിറ്റ് ചെയ്ത് കാണണോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ കഥ ഇതാണ്. ഒരു വശത്ത് പോസിറ്റീവ്സ്, അതായത് ഒരു മാർക്കറ്റ് ലീഡർ പുതിയ ഹൈഗ്രോത്ത് ഏരിയകളിലേക്ക് മാറുന്നു, പ്രൊമോട്ടർമാരും ഇൻസ്റ്റിറ്റ്യൂഷൻസും വാങ്ങിക്കൂട്ടുന്നു. മറുവശത്ത് റിസ്കുകൾ, ഭയങ്കരമായ കടം, ഹൈ വാല്യുവേഷൻ, പിന്നെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് ഡ്രോപ്പ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഈസി ഡിസിഷനല്ല. ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് സിറ്റുവേഷനാണ്. ഈ പ്ലാൻ വർക്കൗട്ടായാൽ ഇൻവെസ്റ്റേഴ്സിന് വമ്പൻ നേട്ടം കിട്ടും. പക്ഷേ പാളിയാലോ നഷ്ടവും വലുതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? PCBL എടുക്കുന്ന ഈ റിസ്ക് ഒരു നല്ല ബെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. PCBLനെക്കുറിച്ചുള്ള ഈ ഒരു ഡീപ് ഡൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള അനാലിസിസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.